നമസ്കാരം എൻ ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദ മൈൻഡ് ഗൈഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് മീ ഷോജ വിത്ത് യു. ഇന്ന് നമ്മുടെ മനസ്സിനെ ഗൈഡ് ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നു രാഹുൽ ജെ നായർ. അദ്ദേഹം ദുബായ് തോട്ട്സ് ട്രെയിനിങ് സെന്ററിന്റെ ഡയറക്ടറുമാണ്, സൈക്കോളജിസ്റ്റുമാണ്. രാഹുൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഷോജ. ടുഡേസ് ടോപ്പിക് ഈസ് സ്ട്രെസ് ഡ്യൂറിംഗ് വർക്ക്, അല്ലേ? വർക്ക് സ്പേസിലെ സ്ട്രെസ്. ഈ ടൈം 3-3:30 മണി എന്ന് പറയുമ്പോൾ അധികവും വീട്ടമ്മമാരാണ് നമ്മുടെ ഷോ കാണുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഈ ടോപ്പിക്ക് ഈ ടൈമിൽ സെലക്ട് ചെയ്തത്? ഇൻട്രസ്റ്റിംഗ്ലി ഈ ടോപ്പിക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞത് തന്നെ വീട്ടമ്മയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, ദുബായി തന്നെ വർക്ക് ചെയ്യുന്ന ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡിയാണ് പറഞ്ഞത്. അപ്പം എന്താ സ്ട്രെസ് എന്ന് പറയുന്നൊരു ഭാഗം, അപ്പം ഇത് 2 ആംഗിൾ വെച്ചിട്ട് ഞാൻ തുടങ്ങിയാണ്. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പരാതികൾ എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്ര എന്നോട് സംസാരിച്ചൊരു ആംഗിൾ എന്ന് പറയുന്നത്, എല്ലാ തവണയും വരുമ്പോൾ ഇദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം എന്നെയും എൻ്റെ കുട്ടികളുടെ ഒപ്പം നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. എപ്പോൾ ചോദിച്ചാലും സ്ട്രെസ്സാണ്, മിക്കവാറും സംസാരിക്കുന്നതും ഫോണിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് എടുക്കുന്നത്. എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും? ഇതായിരുന്നു എന്നോട് ചോദിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ചർച്ച ചെയ്തുകൂടാ? ഇങ്ങനെ ഞാൻ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതേ ഒരു പ്രശ്നവുമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. സോ നമുക്കൊരു കാര്യം, നമുക്ക് നാച്ചുറലി പ്രേക്ഷകർ തന്നെ പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പിക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇത്തവണ സ്ട്രെസ് അറ്റ് വർക്ക് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർക്ക് വളരെ ഫലപ്രദമാവുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ എന്താണ് വർക്ക് സ്ട്രെസ്? വർക്ക് സ്ട്രെസ് 2 ആംഗിളാണ്. ഒന്ന് വർക്ക്, 2 സ്ട്രെസ്. ഇപ്പോൾ എന്താണ് സ്ട്രെസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ പ്രിസൈസ്ലി നമുക്ക് ഒന്നുകൂടെ അതിലൂടെ പോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് ഇത് ഫുള്ളായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയോ ശരീരത്തിനെയോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് അഫക്റ്റ് ചെയ്യുന്ന, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു മാറ്റമാകാം, അല്ലെങ്കിൽ ടോട്ടൽ മാനേജ്മെൻറ്റ് തന്നെ ഒരു മാറിയിരിക്കുന്നു, മൊത്തത്തിൽ പുറത്തുനിന്നുള്ള ഒരു സ്ട്രെസ് കൊണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ശരീരത്തുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ ശാരീരികമായോ മാനസികമായോ നമ്മുടെ ഒരു സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് സ്ട്രെസ് എന്ന് പറയാൻ പറ്റും. വേറെ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണത്, ഫിയർ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു നോർമൽ ഫങ്ഷനിങ് വിട്ടിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഇടപഴകലുകളായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു, നമ്മൾ മറ്റുള്ള ആൾക്കാർ, നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോർമൽസിയിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് ഭാഷയിൽ പറഞ്ഞത്. പിന്നെ കൂടുതൽ ബയോളജിക്കലായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 30 ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. സിമ്പിൾ ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ട്രെസ് ഒന്നാണെങ്കിൽ, 2 വർക്ക് അറ്റ് സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇവിടെ. നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ നാടും നമ്മുടെ നാടും തമ്മിലൊരു അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒന്ന് അതിൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാട്ടെ, ഭാഷയുടെ കാര്യത്തിലായിക്കോട്ടെ, ഭക്ഷണം, സംസ്കാരം, രീതികൾ, മാനേജ്മെൻറ്റ് സ്റ്റൈലുകൾ, ഇതൊന്നും ഒരിക്കലും ഇന്ത്യയിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. എന്നാൽ ഇവിടെ അതിൻ്റെ ക്വാണ്ടം അല്ലെങ്കിൽ വോളിയം കൂടുതലുണ്ട്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടുന്ന രീതികൾ, ഷോർട്ട് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വർക്ക് റിലേറ്റഡ്, തൊഴിൽ സംബന്ധമായി ഉണ്ടാകുന്ന കുറേ സ്ട്രെസ്സുകളാണ് ഈ വർക്ക് സ്ട്രെസ് എന്ന് പ്രിസൈസ്ലി പറയുന്നത്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാകാം. ഇപ്പോൾ എന്താ പറഞ്ഞാൽ, ഒന്ന് ലോ സാലറി. ഇപ്പോൾ വർക്കുമായിട്ട് കണക്റ്റഡാണ് അല്ലേ, വർക്ക് ലോ സാലറി ഒരു വിഷയമാണ്. കുറേ സംഗതികൾ ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ലോ സാലറി ആണെങ്കിൽ, 2 നമ്മുടെ എക്സസീവ് വർക്ക് ലോഡ്, നമുക്ക് ആകുന്നതിലപ്പുറം ഒരു വർക്ക് ലോഡ് ഒരു ദിവസം വന്നു കയറുക, നമ്മളെ കൊണ്ട് ആകുന്നതിലപ്പുറം. ഇപ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് 10 എന്നുള്ള കണക്കാണെങ്കിൽ ചിലപ്പോൾ 20, 10, 12 ആയി കഴിഞ്ഞാൽ പോലും നമ്മളൊരു പക്ഷേ വല്ലാതെ സ്ട്രെസ്ഡ് ആയി മാറാൻ സാധ്യതയുണ്ട്. 2, ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്നില്ല. ഞാൻ കുറേ കാലമായി ഈ പൊസിഷനിൽ തന്നെ ജോലി ചെയ്യുന്നു, എനിക്കിതിനപ്പുറത്തേക്ക് ഒരു ജോലി മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ സംഭവമാണെങ്കിലും തന്നെ ഒരു സ്നെയിലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഗ്രോത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ആകാം. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് വെൻ്റ് ഔട്ട് ചെയ്യാനോ എനിക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടോ മുകളിൽ നിന്നോ താഴെ നിന്നോ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് സ്ട്രെസ് ഫാക്ടേഴ്സ്. ഇപ്പം പൊതുവെ ആൾക്കാർ പറയണത് ബോസ്,
നല്ലൊരു ബോസ് ഇല്ല, ബോസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പലപ്പോഴും ക്ലാസിക്കായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷയങ്ങൾ അനുബന്ധിച്ചിട്ടാണ് നമുക്ക് വർക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ശരി, ഈ വർക്ക് സ്ട്രെസ്സിലുള്ള ഒരാൾ അയാൾ തിരിച്ചറിയുന്നുണ്ടോ സ്വയം ഞാൻ അണ്ടർ സ്ട്രെസ് എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും അദ്ദേഹം അത് തിരിച്ചറിയുന്നത്? ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഒന്ന്, സ്ട്രെസ് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് ഇപ്പോഴും കാണുന്ന ആൾക്കാർ നെഗറ്റീവായിട്ടാണ് കാണുന്നത്, അല്ലേ? ഞാൻ സമ്മതിക്കുന്നു 100%. ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നെങ്കിലും സ്ട്രെസ് എപ്പോഴും നമ്മളെ തീർച്ചയായിട്ടും അണ്ടർ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ചില സ്ട്രെസ്സുകൾ നമ്മളെ ഓവർ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഹൈലി പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാനും സാധ്യതയുണ്ട്. കാരണം അത് അതെങ്ങനെ എടുക്കുന്നു, അതിന് യൂസ്ട്രെസ് എന്നും ഡിസ്ട്രെസ് എന്നും പറയും. യൂസ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ പ്രൊഡക്ടിവിറ്റി. ഈ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നാച്ചുറലി കൊണ്ടുപോകാൻ പറ്റാത്ത, നമുക്ക് പെർഫോമൻസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാക്കുന്നതാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എപ്പോഴും നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല. സ്ട്രെസ് ഒരാൾക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഞാൻ സ്ട്രെസ്സിലാണോ എന്ന് എനിക്ക് എങ്ങനെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ എടുക്കാം, അതൊരു വലിയൊരു പോംവഴിയാണ്. വളരെ അടുത്ത ക്ലോസ് സർക്കിളിൽ നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, എൻ്റെ രീതികൾ ഇപ്പം എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ, ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നിൽ മാറ്റങ്ങളുണ്ടോ, വ്യത്യാസങ്ങളുണ്ടോ, ഒന്നെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വൈഫാണെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബൻഡിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ എന്ത് പറ്റിയ ടെൻസ്ഡ് ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ അല്പം ശ്രമിക്കുക. പിന്നെ ബോഡിയിൽ നാച്ചുറലി ഇപ്പോൾ കൃത്യസമയത്ത് ഒരു ദിവസത്തെ ആക്ടിവിറ്റി മൊത്തം ഒന്ന് എഴുതി വെക്കുക. അതിൽ നിന്ന് ഇപ്പോൾ എത്ര മണിക്ക് ഭക്ഷണം കഴിച്ചു, എത്ര മണിക്ക് ഞാൻ ഉറങ്ങി, എന്തൊക്കെയായിരുന്നു എൻ്റെ ആക്ടിവിറ്റികൾ, മനസ്സ് എത്ര വേണ്ടി ഞാൻ ക്വാളിറ്റി ടൈം എൻ്റെ ജോലിക്കും എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങി ഒരു കുറച്ച് ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ഒരാൾ സ്ട്രെസ്ഡ് ആണെന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ ബോഡി തന്നെയാണ്. കാര്യങ്ങളൊന്നും എത്തിച്ചേരുന്നില്ല, തലവേദന, ഇതെല്ലാം സിംറ്റംസ് ആണ്. പറഞ്ഞാൽ എങ്ങനെ ഒരാൾ സ്ട്രെസ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഫിസിക്കൽ സിംറ്റംസ്, രണ്ട് മെൻ്റൽ സിംറ്റംസ്. നമുക്ക് ഫിസിക്കൽ സിംറ്റത്തിലോട്ട് വരാം. ഫിസിക്കൽ സിംറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്ന്, നമുക്ക് മൊത്തത്തിലൊരു അൺറെസ്റ്റ്, ഫുൾ ബോഡി ടയേർഡായിട്ടിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സംഗതി എഴുതുന്നതായിക്കോട്ടെ, ആ എഴുത്തും എന്താണോ മനസ്സിൽ കരുതുന്നത്, എന്താണോ പ്രൊഡക്റ്റിലോട്ട് വരുന്നത്, ഇത് രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അനുമാനിക്കാവുന്ന ഒന്നാണ് നിങ്ങൾ സ്ട്രെസ്സിലാണെന്നുള്ളത്. രണ്ട്, ബോഡിയിൽ കാണുന്നത്, ഒന്ന് തലവേദനയാകാം, വയറുവേദനയാകാം, അങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ വിയർക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വീക്ക്നെസ് തോന്നുക, ബോഡിക്ക് വീക്ക്നെസ് തോന്നുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ബോഡി തന്നെ നമുക്ക് തരാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോർഡിനേഷൻ സിംറ്റമായി വരാം. അത് അമിതമായി വിയർക്കുന്നത് ഒരു ഇത് ഡയറക്ട്ലി ഇതിന്റെ സിംറ്റം ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ മറിച്ച് ഇതിന്റെ ഒരു സിംറ്റമായി വരാം. അമിതമായി വിയർക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലാതെ ഒരു അൺറെസ്റ്റ് ടോട്ടലി ഫീൽ ചെയ്യുന്നത്. പിന്നെ മെന്റലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തകളെല്ലാം ഇങ്ങനെ റൈസ് ചെയ്യുകയാണ്, വല്ലാത്ത രീതിയിൽ വളരെ ഒന്നിലധികം ചിന്തകൾ ഒരേ സമയം കടന്നു വരിക. പിന്നെ കൂടുതൽ ആങ്സൈറ്റി, നാളെക്കുറിച്ചുള്ള ആങ്സൈറ്റി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സ്ട്രെസ്സിനെ ഫിയർ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്സൈറ്റി, നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ ഇന്ന റിപ്പോർട്ട് വെച്ചില്ലെങ്കിൽ ബോസ് എന്നോട് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഈ പറയുന്ന പാരാമീറ്ററിനൊപ്പം തന്നെ വന്നില്ല എങ്കിൽ, എന്നിൽ നിന്നുള്ള പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നു വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും. അപ്പം കുറേയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സിനൊപ്പം നമ്മൾ എത്തിച്ചേരുന്നില്ല എങ്കിൽ, ആ ലെവലിനൊപ്പം വരുന്നില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ വി ആർ അണ്ടർ സ്ട്രെസ് നമുക്ക് ഒരു പരിധിയിൽ പറയാൻ പറ്റും. ഇതാണ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് പറയാം. ഒന്ന് മെന്റൽ, ഒന്ന് ഫിസിക്കൽ സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിന്റെ നമ്മുടെ എഫക്ട്സ് ഒക്കെ ഒന്ന് വിശദീകരിച്ച് തരാം. എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാവും? എഫക്ട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രൊഡക്ടിവിറ്റി കാര്യമായിട്ട് കുറയും. പല ആൾക്കാരും പല രീതിയിലുള്ള സ്ട്രെസ്സാണ്. ചില ആൾക്കാർ ഓവർ ഈറ്റിംഗ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ദിവസത്തെ ആക്ടിവിറ്റി മുഴുവൻ സ്ട്രെസ്ഡ് ആണ് എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തെ ആക്ടിവിറ്റി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതിനകത്ത് നിന്ന് മനസ്സിലാവും. അപ്പോൾ ചില ആൾക്കാർ സ്ട്രെസ് വന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഭക്ഷണം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നാമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല. ഇതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതിന് കുറേ റെമഡി ഉണ്ട്, നമുക്കതൊക്കെ ഓരോന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് എനിക്കിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സ്ട്രെസ്സിനെ സംബന്ധിച്ചിട്ട് രസകരമായൊരു സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ ഞാനത് പറയാം. ഒരിക്കൽ ഒരു യോഗാചാര്യൻ്റെ അടുത്ത് മുന്നിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞു, അയാൾ ചെയ്യുന്ന ജീവിത രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ യോഗാചാരൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട്, ചില്ല് ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, കയ്യിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. കൈ പിടിച്ചിട്ട് ഇതൊന്ന് സ്റ്റില്ലാക്കാൻ പറഞ്ഞു. കൈ പിടിച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് ഇത്രേ പറഞ്ഞു,
ജസ്റ്റ് കൈ കൊടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും പറയില്ല, കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് സ്റ്റില്ലാക്കുമെന്ന് പറഞ്ഞു, വെള്ളം ഇനി അനങ്ങാതാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അപ്പോൾ ഓരോ തവണ നാച്ചുറലി നമുക്കൊരു ചെറിയ വിറയിലും കാര്യങ്ങളൊക്കെ ഇത് എന്ത് ചെയ്താൽ പുള്ളി എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നോ അത്രത്തോളം ഇത് കിടന്ന് ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ പറഞ്ഞു ഇത് ആകുന്നില്ല, എനിക്ക് ഐ എം വെരി ഹെൽപ്ലെസ്, അങ്ങ് തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരൂ, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തു അവിടെ വെച്ചേക്ക്, എടുത്ത് നേരെ താഴോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. ടേബിളിലോട്ട് വെച്ചു. ഇപ്പം നോക്കത് അനങ്ങുന്നുണ്ടോ എന്ന് വെച്ചു, ഇല്ല. അപ്പോൾ പ്രശ്നം ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഈ സ്ട്രെസ് മുഴുവൻ വരുന്നത്. പുട്ട് ഇറ്റ് ഡൗൺ, അതാണ് പുള്ളി സിമ്പിളി പറയുന്നത്. പിന്നെ പറയണ പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ആങ്ഷ്യസ് ആകേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ സാധാരണ പറഞ്ഞാൽ ഒരു സംഗതിയുടെ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രക്രിയയുടെയോ 2 മടങ്ങോ അല്ലെങ്കിൽ 3 മടങ്ങോ നമ്മൾ കൂടുതൽ അതിനെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോട് നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെസ്സിനെ കൂടുതൽ ഉണ്ടായി വരുന്നത്. അതിന് ആങ്സൈറ്റി തന്നെയാണ് ഒരു സ്ട്രെസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തുടങ്ങിയത് വീട്ടമ്മമാരുടെ കാര്യത്തിലാണ്. അതെ അതെ. അപ്പോൾ നല്ല ആങ്സൈറ്റിയോട് കൂടി വീട്ടിൽ വരുന്ന ഹസ്ബൻഡുമാരെ എങ്ങനെ നമ്മുടെ വീട്ടമ്മമാർ കൂൾ ഡൗൺ ചെയ്യിക്കും? ഓക്കെ, ക്ലാസിക് ആയിട്ടുള്ള സംഭവമാണ്. മെയിൻലി നമ്മളിന്ന് ഉദ്ദേശിച്ചതും 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ നാട് നമ്മുടെ നാട് തമ്മിലുള്ള വ്യത്യാസം. ഈ നാട്ടിലുള്ള എക്സ്ട്രീം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജിക്കൽ ഓർ എക്സ്റ്റേണൽ ഫോഴ്സസ്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയും. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കാം. ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയും. മാത്രമല്ല ഇവിടുത്തെ ക്ലൈമറ്റിനും കുറേ ഡ്രൈ ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ ആൾക്കാരെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഒരു ടെൻഷനുകളിൽ ഒന്ന് മാനേജ്മെൻറ്റ് പരമായിട്ടുള്ള രീതി, വർക്കിൻ്റെ നേച്ചറിന് വ്യത്യാസം, പല എത്നിസിറ്റിയുടെ കൂടെയാണ് ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പല രീതിയിൽ വർക്കിനകത്തുനിന്ന് വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ കിട്ടാതെ വന്ന് കയറുന്ന ഒരു ഹസ്ബൻഡിന് വേണ്ടത് ഏറ്റവും നല്ല പങ്കാളി ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള വീട്ടിലെ ഹൗസ് വൈഫ് തന്നെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് ഇൻഡിവിജ്വലിലോട്ട് പോകാം. ഇൻഡിവിജ്വലിൽ നിന്ന് നമുക്ക് പതുക്കെ ഇതിലോട്ട് പോകുന്നതല്ല നല്ലത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണെങ്കിൽ കുറച്ച് ടിപ്പുകളുണ്ട്. ഒന്ന്, ഫിസിക്കൽ സ്ട്രെസ് റിഡക്ഷൻ. 2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിസിക്കലി സ്ട്രെസ് ഉണ്ടാകും, മെന്റലിയും സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഫിസിക്കൽ സ്ട്രെസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഫിസിക്കലി സ്ട്രെസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദനകൾ മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിനും ബോഡിക്കും ഒരു പ്രത്യേക കെമിസ്ട്രി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ ബോഡി വല്ലാതെ വേർക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിയോഗമാകാം. അതിപ്പോൾ പെട്ടെന്ന് തന്നെ കേൾക്കുന്നതിന് മുമ്പ് വരെ പ്രശ്നങ്ങളൊന്നുമില്ല, കേട്ട് കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ ഒരു തളർച്ചയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മൈൻഡും ബോഡിക്കും ഒരു വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ട്, ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ശരീരത്തോട് ചെയ്യുന്നു പോസിറ്റീവായിട്ട് മൈൻഡിന് വേണ്ടിയിട്ട് അതും വർക്കാവും, എന്തൊക്കെ നമ്മൾ മനസ്സിനോട് ചെയ്യുന്നു അതും നമ്മൾ ശരീരത്തിനോട് വർക്കാവും. അപ്പോൾ 2 ആംഗിളിൽ നിന്നും ഇത് കുറയ്ക്കാൻ ശ്രമിക്കണം. ഒന്ന് ഫിസിക്കൽ സ്ട്രെസ്സും കുറയ്ക്കാൻ ശ്രമിക്കണം, 2 മെന്റൽ സ്ട്രെസ്സും കുറയ്ക്കാൻ ശ്രമിക്കണം. ഇത് ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരും ഇതിനെ ഒരു ആംഗിൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും സ്ട്രെസ്സിനെ ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ സ്റ്റഡിയാണ് ഞാൻ പ്രധാനമായിട്ട് എടുത്തത്. ഇപ്പോൾ APയുടെ സ്റ്റഡി പ്രകാരം കുറച്ച് ടിപ്പുകൾ ഇവർ പറയുന്നുണ്ട്. ഒന്ന്, സ്ട്രെസ് ഉണ്ടാകുന്നതിന് ജോലിയുടെ സമയത്ത് തന്നെ വേണ്ടുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നു. ഇരിപ്പിലാകട്ടെ, നടത്തത്തിലാകട്ടെ, എന്തെങ്കിലും ഒരു പ്രക്രിയ ചെയ്യുന്നതിലായിക്കോട്ടെ, എഴുത്തിലോ ടൈപ്പിങ്ങിലോ ഒക്കെ ആകട്ടെ. ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ തീരെ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിനീസ് ആയിട്ടുള്ള വർക്കുകൾക്കെല്ലാം നമ്മൾ കൃത്യമായ രീതിയിലുള്ള കറക്ഷൻസ് വരുത്തുക. ഇരിക്കുന്ന പോസ്റ്റേഴ്സ് 1. 2, ഇത് തന്നെ ഫിസിക്കലി തന്നെ പറഞ്ഞ് പോസ്റ്റേഴ്സിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഗീവ് ആഡിക്വേറ്റ് റിലാക്സേഷൻ ഫോർ ദ ബോഡി. ലോങ് ടൈം വർക്ക് ചെയ്യുമ്പോൾ ആ ഇരിപ്പ് മാറ്റിയിട്ട് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു റെലവൻറ്റ് ബ്രേക്ക് എടുക്കുക, കൃത്യമായിട്ട് ബ്രേക്കിലെടുക്കുക. അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം ഇരിക്കുന്ന ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിർബന്ധപൂർവ്വം ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് മാറി ഒന്ന് നടന്നിട്ട് വരിക, ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ 2-3 പേരെ കണ്ടൊരു ഹായ് ഹലോ പറഞ്ഞിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. അത് മെൻ്റലിയും വളരെ നല്ലതാണ്. 2, ടൈംലി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഡയറ്റിലോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ചില ഫുഡുകൾ നമ്മുടെ സ്ട്രെസ് കൂട്ടുന്നു പറയുന്നത്. ഇപ്പം ഇതൊരു സ്റ്റഡിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻസ്. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക്, മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾക്കാർക്ക് താരതമ്യേന വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള ആൾക്കാരേക്കാൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി കുറവാണെന്ന് പറയുന്നത്. കുറവാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. ഇതൊന്നുമല്ല, ബോഡി ഹീറ്റപ്പ് ചെയ്യണേ അല്ലേ. ഇപ്പോൾ ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബോഡി ഹീറ്റപ്പ് ചെയ്യണേ. അപ്പോൾ വെജിറ്റേറിയൻസിന് സ്ട്രെസ് ലെവൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതൊക്കെ സ്റ്റഡീസൊക്കെ തെളിയിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ അങ്ങനെ ഡയറ്റിൽ തന്നെ നമ്മൾ കൂടുതൽ വെജിറ്റേറിയൻ ഫുഡ്സ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയി മാറുന്നത് കുറേയൊക്കെ പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല എന്നേക്കാൾ ഉപരി ഞാൻ പറഞ്ഞ ടൈംലി ഡയറ്റ്, കൃത്യസമയത്ത് ഡയറ്റ്. ഈ ടൈംലി ഡയറ്റ് എപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വേർഡാണ്. ടൈംലി ഡയറ്റ് എന്ന് ഉദ്ദേശിച്ചത് കൃത്യസമയത്ത് വേണ്ടുന്ന ഫുഡ് കഴിക്കുക എന്നതാണോ? അതായത് നമുക്ക് ടൈംലി ഡയറ്റ് എന്ന് പറഞ്ഞാൽ
എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് എങ്കിൽ ലഞ്ചിന് കൃത്യസമയത്ത് കഴിക്കുക. അപ്പോൾ അതിന് ഒരു ഇടപെട്ടിട്ടൊരു സമയം, ഇപ്പോൾ 11 മണിക്ക് വെള്ളം കുടിക്കുക. അപ്പോൾ ഓരോ നമ്മൾ സ്വയമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച ശേഷം മുന്നോട്ട് എടുക്കുന്നതാണെങ്കിൽ ഇതാണ് വേണ്ടത്. അപ്പം നെക്സ്റ്റ് അത് തന്നെ ബാലൻസ്ഡും ആയിരിക്കണം. ഒരുപാട് വരി വലിച്ച് കഴിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കൃത്യസമയത്ത് ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വ്യത്യാസം വരും. അതാണ് ടൈമിൽ എത്തുന്നുണ്ട്. മാത്രമല്ല കൂടുതലും ഈ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പോലുള്ള സംഗതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്ട്രെസ് കുറയ്ക്കും. ഇപ്പോൾ സ്ട്രെസ് ഉള്ള ആൾക്കാരെ കുറിച്ചിട്ട് കൂടെ ഞാൻ പറയണേ. മാത്രമല്ല ഇത് മാക്സിമം നമ്മൾ അതിൽ അങ്ങനെ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടൈമിൽ ഡയറ്റ് ഒരു വലിയൊരു പാർട്ടാണ്, അല്ലെങ്കിൽ ടൈംലി ആൻഡ് ആഡിക്വേറ്റ് റിക്വയർഡ് ഡയറ്റ്സ്. അത് ഈ പാട്ടിൽ നമ്മുടെ ഹൗസ് വൈഫ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് ഇതുണ്ട്. അപ്പം ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇത് വേണ്ടുന്ന പോഷകങ്ങളെ കുറിച്ചിട്ടും കൂടുതൽ പ്രോട്ടീൻ, കാൽഷ്യം പോലുള്ള സംഗതികളൊക്കെ ഹസ്ബൻഡ്സിന് കൂടുതൽ കൊടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഇത് തന്നെയാണ്. ഇപ്പം വീട്ടിലൊരു സമീകൃത ആഹാരം, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതോറും നമ്മൾ ഹീറ്റപ്പ് പോവുകയാണ്. കൂടുതൽ എത്ര ഓയിൽ പോകുന്നു, ഓയിൽ ഫുഡ് പോകുന്നു, അതൊക്കെ നമുക്ക് സ്ട്രെസ് കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണമാണെങ്കിൽ തന്നെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ടൈമിൽ വരുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ബയോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വെള്ളം കുടിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതിന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലോട്ട് ആഗിരണം ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകുന്ന കുറേ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇത് കുറേ നമ്മുടെ സ്ട്രെസ്സുകൾ കുറയ്ക്കും. വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വെള്ളം കുടിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ കൃത്യസമയത്ത് അത് പുറത്തേക്ക് കളയാനുള്ളതും ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്തോറും നമുക്ക് സ്ട്രെസ് ലെവൽസ് കുറേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു സംഭവമാണ്. നെക്സ്റ്റ്, ഫിസിക്കൽ വർക്കൗട്ടുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെസ്സുകൾ കുറവാണ്. അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് സൈക്യാട്രിക് ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന ഒരു വലിയൊരു പ്രിസ്ക്രിപ്ഷനാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് ലെസ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അറ്റാക്കിംഗ് ഗെയിംസിലോട്ട് പോകാൻ പറയും. അറ്റാക്കിംഗ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഷട്ടിൽ കളിക്കുക, അങ്ങനത്തെ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറേ കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഫിസിക്കൽ വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കുക. അപ്പം കുറേ നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് വേണ്ടുന്ന ഈ നെഗറ്റീവായിട്ടുള്ള കുറേ സംഗതികളൊക്കെ വെൻ്റ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്, വേർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കും, നമ്മുടെ ശരീരത്തിനെ ഫിറ്റാക്കി നിർത്തുന്നുണ്ട്, കൂടുതൽ ആയുസ്സും കിട്ടും. സ്ട്രെച്ചിങ് പോലുള്ള സംഗതികൾ ഇപ്പോൾ പറഞ്ഞാൽ യോഗ വളരെ നല്ലൊരു മെത്തേഡാണ് നമ്മുടെ. പക്ഷേ എനിക്കുള്ള ഡൗട്ടില്ല രാഹുൽ, യോഗ ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കാറില്ല. ഈ മറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർത്ത് പോകാറുണ്ട്. പക്ഷെ യോഗ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എന്താണ് അതിന്റെ ഡിഫറൻസ്? ഓക്കെ, യോഗ ശരിക്കും ബേസിക്കലി ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ വേർത്ത് പോകണം എന്ന് ഞാൻ പറയുന്നത് ഇത് സ്ട്രെച്ച് ഇപ്പോൾ യോഗയിലൂടെ തന്നെ മറ്റതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് സ്കിന്നിലൂടെ തന്നെ പുറത്തേക്ക് പോകണമെന്നില്ല, മറ്റു പല രീതിയിൽ ഇത് പുറത്തേക്ക് കളയാനുള്ള ഇതുണ്ട്. പിന്നെ കൃത്യമായിട്ട് പറയുന്നത് യോഗാചാര്യനോട് സംസാരിക്കുകയാണ് അതിനകത്ത് നല്ലത്. കാരണം അത് ഇച്ചിരി കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് യോഗ മൈൻഡിനും ബോഡിക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ ലാസ്റ്റ് നമുക്കൊരു മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്പെൻഡിങ് ഇൻഡിവിജ്വൽ ടൈം. സ്വന്തമായിട്ട് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും സ്വന്തമായിട്ട് മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം. കാരണം എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ പഴയൊരു ഒരു പഴഞ്ചൊല്ല് പറയുന്ന പ്രകാരമല്ലേ, വെൻ wealth is lost, nothing is lost. When health is lost, something is lost. And character is lost, everything is lost എന്നാണല്ലേ. അപ്പോൾ ഞാൻ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയണത്, ഹെൽത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ക്യാരക്ടർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് കാര്യമായിട്ട്. അപ്പം സ്വന്തം ഹെൽത്തിന് വേണ്ടിയിട്ടും സ്വന്തം ബോഡിക്ക് വേണ്ടിയിട്ടും ഒക്കെ. അപ്പം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ക്യാരക്ടർ ഉണ്ടായിക്കോണം നിർബന്ധമില്ല, ശരിയല്ലേ? അപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ 2 വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരാം. അപ്പോൾ അത് ക്യാരക്ടറിനെ ബാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ഫോർ എ റീസെറ്റ് എവറി ഡേ. കുറച്ച് നേരം മാറി നിൽക്കുന്നു, സ്വന്തമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഒന്നെങ്കിൽ അത് ഫാമിലിയോടൊപ്പം ആയിരിക്കാം, ഇഷ്ടമുള്ള ഒരു പ്രക്രിയ ചെയ്യുക. ഇപ്പോൾ ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നവരും ഹൗസ് വൈഫിനാണെങ്കിലും അത് താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വൈസ് ചെയ്യാം, കൃത്യമായിട്ട് വേണം നിങ്ങൾ കുറച്ച് സമയം എടുക്കണം. പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ ഈ വെൻ്റ് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ വെൻ്റ് ഔട്ട് ചെയ്യാൻ 1-2 പ്രിസൈസ് ടിപ്സ് ഫോർ നമ്മുടെ പ്രഷറായിട്ട്. ഇപ്പോൾ നമ്മുടെ ഹൗസ് വൈഫ് തന്നെ കൃത്യമായിട്ട് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ നേരത്തെ ഈ പറഞ്ഞ ഒരുപാട് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലാണ് നമ്മുടെ ആൾക്കാരെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകളായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റുന്ന സ്ട്രെസ് ആയിരിക്കാം, ചിലപ്പോൾ പറയാൻ പറ്റില്ലാത്ത രീതിയിലായിരിക്കാം, വർണ്ണിക്കാൻ പറ്റാത്തതാകാം. കുറേ എക്സ്പെക്ടേഷൻ ഒപ്പം സ്വയം വരാത്തത് കൊണ്ടുണ്ടാകുന്ന കുറേ ഇൻറ്റേർണൽ പ്രഷറും ഉണ്ടാകാം, ഒരു ഈഗോ വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് വളരെ ദീനാനുകമ്പയോടുകൂടി എങ്ങനെയാണോ നമ്മൾ കൊച്ചു കുട്ടികളോട് പെരുമാറുന്നത് അതേ ഒരു മാനസികാവസ്ഥ കൊണ്ടുവരണം. ഒത്തിരി നേരത്തേക്ക് വേണമെന്നല്ല പറയണത്, എന്നെ നോക്കേണ്ട ആൾ ഞാൻ തിരിച്ചങ്ങോട്ട് കാണിക്കണം എന്നൊക്കെ പറയണത്, അങ്ങനത്തെ അതല്ല പറയണേ. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ കുറച്ച് നേരത്തേക്ക് ഈ റിലാക്സേഷൻ, ഈ കാര്യങ്ങൾ നമ്മൾ ഈ ആംഗിൾ നോക്കി മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. അപ്പം
ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി സ്ട്രെസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ നല്ലൊരു മീഡിയം തുറന്നു കൊടുക്കുക, വെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് കാര്യങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക. കൂടുതൽ കുത്തി ചോദിക്കാനല്ല പറയുന്നത്, വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണ്ടുന്ന ഒരു പക്ഷേ നല്ല ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴോ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുക എന്താണ് ഇപ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങൾ. നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഒന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞാലും ശരി, സാരമില്ല, അറ്റ്ലീസ്റ്റ് പറയൂ, വെറുതെ ഒരു ഷെയറിങ് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അപ്പം നമുക്ക് വേണ്ട മനസ്സിൽ കാണേണ്ടത് XYZ എന്നൊക്കെ രീതിയിലും കണ്ടാൽ മതി, അതിൽ കൂടുതലൊന്നുമില്ല. പരമാവധി അദ്ദേഹത്തിൽ നിന്ന് സംസാരിച്ച് ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, മനസ്സിലാവുന്നതാണ് എങ്കിൽ ഒരു പക്വമായിട്ടുള്ള ഒരു സജഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ആദ്യമേ പ്രധാനമായിട്ട് വേണ്ടത് ഇത് മനസ്സിലാക്കുക, സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓടാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് നല്ല ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാനും ഒക്കെ വീട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള സപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ഹസ്ബൻഡിന്റെ കൂടെ കൂടാൻ തോന്നുന്നു എക്സസൈസ് ടൈമിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അത് റിയലി എനിക്കും ഫാമിലിയുണ്ട്. അപ്പോൾ ഏത് വൈഫും കൂടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വളരെ മോട്ടിവേഷനാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എനിക്കതിൽ യാതൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ ഇത് ഈ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് മോർണിംഗ് വാക്കിന് കൂടെ പോകുന്നത് എനിക്കൊരു ഫാമിലി അറിയാം. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ പോകും, ഒരു 5:30 മുതൽ 6 മണി വരെ നടക്കാൻ പോകുമ്പോൾ കൂടെ പോകുന്ന വഴിയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഷെയർ ചെയ്യണത്. കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിൽ വൈഫ് പറയും, അത് ഹസ്ബൻഡ് കേൾക്കും. മക്കളുടെ കാര്യം വൈഫ് പറയുന്ന ഹസ്ബൻഡ് കേൾക്കും. തിരിച്ച് ഓഫീസിലെ കേസുകൾ ഇങ്ങോട്ട് പറയും, അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് അങ്ങ് പോകുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള റൊട്ടീൻ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും വളരെ വളരെ കുറവാണെന്നല്ല, ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഫാമിലി. കാരണം ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും വെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇദ്ദേഹം അതിനനുസരിച്ച് തന്നെ അഡാപ്റ്റഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം, കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോഴും മാനേജ്മെന്റിൽ പറയണത് 99% ഓഫ് ദ പ്രോബ്ലംസ് ആർ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകത്തുണ്ടാകുന്ന പറയുന്നത്. പിന്നെ നേരത്തെ പറയാമല്ലോ, സ്വയം സ്പെൻഡ് ചെയ്യുന്നില്ല. 1-2 ടിപ്പുകൾ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം എനിക്ക് കിട്ടുന്നില്ല. ഇത് 2-3 വിഷയം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, എല്ലാ വ്യക്തികളും ഇരിക്കുന്നതിൻ്റെ 2 പൊസിഷൻ താഴെയുള്ള ജോലിയാണ് ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ഇടയ്ക്ക് CIPD സർവേ വന്നത്. എന്ന് പറയുന്നത് സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആൾ ചെയ്യണത് ഒരുപക്ഷെ എൻട്രി ലെവലിലുള്ള ഒരു മാനേജ്മെന്റ് ട്രെയിൻ ചെയ്യുന്ന ജോലി മുതൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഗ്രോ യുവർ പീപ്പിൾ, ഞാനത് പറയുന്ന സംഭവമാണ്. താഴെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ കുറേയൊക്കെ സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അയാളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു ടൈം മാനേജ്മെന്റ് ടിപ്പാണ്. 2, കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ തന്നെ പറയുക. അതൊക്കെ കുറേ പഠിച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, അവർ എക്സ്പെക്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ സർവീസ് ഡെലിവറി ചെയ്യേണ്ടത് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കും. അതും ഡെലിവറി ചെയ്യാതെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കരിയറിനും പ്രശ്നമുണ്ടാവും, നമ്മുടെ ഡെവലപ്മെന്റിനും യാതൊരു ഗ്രോത്തും കാര്യമായിട്ട് ഉണ്ടാക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടിപ്പുകളാണ് നമുക്കിനകത്ത് പറയാൻ പറ്റുന്നത് പ്രിസൈസ്ലി. ഇപ്പം നമ്മൾ റീസൺസും ടിപ്പും അതെങ്ങനെ ഓവർകം ചെയ്യാനുള്ള വഴികളും എല്ലാം ഇന്ന് രാഹുൽ നമ്മോട് ഷെയർ ചെയ്തു. ഇന്നത്തെ മൈൻഡ് ഗൈഡ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മൈൻഡ് ഗൈഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. രാഹുൽ, താങ്ക്സ് ഫോർ കമ്മിങ്. നന്ദി, നമസ്കാരം.